inverse trigonometric functions sin inverse of sin x equal to x അതേ പാറ്റേണിൽ ബാക്കി 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. So we know that sin inverse of sin x equal to x where x belongs to closed interval minus pi by 2 pi by 2. അത് പ്രകാരം കഴിഞ്ഞ ദിവസം ചെയ്ത ചോദ്യങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും sin inverse of sin pi by 3 വാല്യൂ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഡയറക്റ്റ് ആൻസർ പൈ ബൈ 3 എന്ന് എഴുതാം. ബിക്കോസ് പൈ ബൈ 3 ഈസ് എ വാല്യൂ ലൈൻ ബിറ്റ്വീൻ മൈനസ് പൈ ബൈ 2 ആൻഡ് പൈ ബൈ 2. ഇനി ഇതല്ലെങ്കിലും സൈൻ പൈ ബൈ 3യുടെ വാല്യൂ √3/2 ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 3 എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് √3/2 ഈക്വൽ ആയിരിക്കും. ആൻഡ് സൈൻ ഇൻവേഴ്സ് √3/2യുടെ വാല്യൂ പൈ ബൈ 3 ആണ്. അങ്ങനെയും പൈ ബൈ 3 എത്താം. പക്ഷെ ഇത്രയും നീട്ടി എഴുതണ്ട, നമുക്ക് ഈ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ ഡയറക്റ്റ് ആൻസർ എഴുതാനേ ഉള്ളൂ. അതേപോലെ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3യുടെ വാല്യൂ എത്രയാണെന്ന് എഴുതാം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇറ്റ് ഈസ് 2π/3 എന്ന് എഴുതാൻ തോന്നുന്നുണ്ടാവും യൂസിങ് ദിസ് പ്രോപ്പർട്ടി. പക്ഷെ ഈ പ്രോപ്പർട്ടി അപ്ലിക്കബിൾ ആവണമെങ്കിൽ എക്സ് ഈ ബ്രാഞ്ചിലായിരിക്കണം. 2π/3 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ നോക്കൂ. ഇറ്റ് ഈസ് 2 × 60 ഡിഗ്രി ഓർ ഇറ്റ് ഈസ് 120 ഡിഗ്രി. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം 90 ഡിഗ്രി വരെ വരുന്നുള്ളൂ. So it is not a value belonging to closed interval minus pi by 2 pi by 2. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ 2π/3 അല്ല. ഇതിന്റെ ആൻസർ 2π/3 എന്ന് എഴുതാൻ പറ്റില്ല. ബിക്കോസ് 2π/3 ഈസ് നോട്ട് ആൻ ആംഗിൾ ലൈൻ ബിറ്റ്വീൻ ദിസ് ഇന്റർവൽ. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2π/3 എന്നുള്ള ആംഗിളിനെ ഈ ബ്രാഞ്ചിന്റെ ഉള്ളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച റിഡക്ഷൻ ഫോർമുലാസ് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കാണുക? ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം സൈൻ 2π/3 എടുക്കാം. നമുക്ക് 2π/3 എന്ന് പറയുന്ന ആംഗിള് മൈനസ് പൈ ബൈ 2നും പൈ ബൈ 2നും ഇടയ്ക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് സൈൻ 2π എന്നാണ് ന്യൂമറേറ്റർ. 2πനെ ഞാൻ 3π മൈനസ് 5 എന്ന് മാറ്റി എഴുതുന്നു. ഡിവൈഡഡ് ബൈ 3. ഞാൻ ഇതിനെ രണ്ട് ടേം ആക്കി മാറ്റിയാൽ ഇറ്റ് ഈസ് സൈൻ 3π/3 ഈസ് പൈ മൈനസ് പൈ ബൈ 3. സൈൻ പൈ മൈനസ് പൈ ബൈ 3. Now this is of the pattern sin 180 minus theta. Pi means 180 degree. So it is sin 180 minus theta. Sin 180 minus theta എന്ന് പറയുന്ന ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്കറിയാം സൈനിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. സോ കഴിഞ്ഞ കൊല്ലം പഠിച്ച റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദ വാല്യൂ ഈസ് ഈക്വൽ ടു സൈൻ π/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് സൈൻ 2π/3 എന്ന വാല്യൂ സൈൻ π/3ക്ക് ഈക്വൽ ആണ്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3? We can write it as sin inverse of sin π/3. Now π/3 is an angle line between minus pi by 2 and pi by 2. So we can write the answer as π/3 using this property. So our answer is π/3, 2π/3 alla. The answer is π/3. ഇതേ രീതിയിലുള്ള നമുക്ക് കോസിന്റെ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നു. So we have the property cos inverse of cos x equal to x. എപ്പോഴാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത്? x 0π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ കിടക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് cos inverse of cos 7π/6 ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കുക. 7π/6 π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അപ്പൊ 7 × 30 ഡിഗ്രിയാണ് ഏകദേശം അതിന്റെ ആൻസർ. സോ ദ ആൻസർ ഈസ് 210 ഡിഗ്രി. 210 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെല്ലിന് പുറത്താണ്. ഇവിടെ മാക്സിമം 180 വരെ വരുന്നുള്ളൂ. സോ ദിസ് ഇസ് നോട്ട് ആൻ ആംഗിൾ ബിലോങ്ങിങ് ടു 0π. ക്ലോസ്ഡ് ഇന്റർവെൽ 0π. അപ്പൊ ആൻസർ നമുക്ക് 7π/6 എഴുതാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ 7π/6 എന്ന് പറയുന്ന ആംഗിളിനെ ഈ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരണം യൂസിങ് റിഡക്ഷൻ ഫോർമുല. ഇതിന് പകരം ഇതിന്റെ ഉള്ളിലുള്ള ഒരു ആംഗിൾ നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക്
cos 7 by pi by 6 എങ്ങനെ മാറ്റാം നോക്കാം. ഇതിനെ നമുക്ക് cos 7 pi can be written as 6 pi plus pi by 6. ഇനി അതിനെ രണ്ട് ടേം ആക്കിയാൽ it is cos 6 pi by 6 is pi plus pi by 6. Cos pi plus pi by 6. Now using reduction formula, what is cos pi plus pi by 6? The answer goes to cos pi by 6 because ഇത് even multiple of pi by 2 ആണ്. ഇനി ഇത് കിടക്കുന്നത് ഏത് ക്വാഡ്രന്റിലാണ് നോക്കുക. pi plus pi by 6 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് അത് വരുന്നത്? It lies in the third quadrant. അല്ലേ? അപ്പോ തേർഡ് ക്വാഡ്രന്റില് tan ആണ് പോസിറ്റീവ്, സോ കോസ് നെഗറ്റീവ് ആണ്, മൈനസ് കോസ് പൈ ബൈ 6 എഴുതണം. ഇനി മൈനസ് കോസ് പൈ ബൈ 6 നമുക്ക് വീണ്ടും മാറ്റാം. എങ്ങനെ? മൈനസ് കോസ് തീറ്റ എന്നുള്ള ഫോമാണ്. സോ ഇറ്റ് ഈസ് കോസ് പൈ മൈനസ് പൈ ബൈ 6. മൈനസ് കോസ് പൈ ബൈ 6 can be written as കോസ് പൈ മൈനസ് പൈ ബൈ 6. Now what is the angle pi minus pi by 6? It is cos 6 pi minus pi the whole divided by 6, that is cos 5 pi by 6. അപ്പോൾ cos 7 pi by 6 നമുക്ക് cos 5 pi by 6 എഴുതാം. ഇനി ഈ 5 pi by 6 എന്ന് പറയുന്ന ആംഗിൾ എവിടെയാ കിടക്കുന്നത് നോക്കൂ. 5 pi by 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 into pi by 6 is 30 degree. അപ്പൊ എത്ര വന്നു? The answer is 150 degree. 150 എന്ന് പറഞ്ഞാൽ 180 ഉള്ളിലാണ്. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കറക്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. Therefore, cos inverse of cos 7 pi by 6 can be written as cos inverse of cos 5 pi by 6. Since 5 pi by 6 is an angle between 0 and pi, we can write the answer as 5 pi by 6. Now next ഇതേപോലെ ടാനിന്റെ ഒരു ചോദ്യം നോക്കാം. നമുക്ക് കാണേണ്ടത് tan ഇൻവേഴ്സ് tan 3 pi by 4 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. tan ഇൻവേഴ്സ് ഓഫ് tan 3 pi by 4 കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം tan ഇൻവേഴ്സ് ഓഫ് tan x എന്നുള്ള ഫോമാണ്. ഇത് ഈക്വൽ ടു x ആവുന്നത് എപ്പോഴാണ്? x ഓപ്പൺ ഇന്റർവെൽ മൈനസ് പൈ ബൈ 2നും പൈ ബൈ 2നും ഇടയ്ക്കാണെങ്കിലാണ്. ഓപ്പൺ ഇന്റർവെൽ മൈനസ് പൈ ബൈ 2നും പൈ ബൈ 2നും ഇടയ്ക്കാണെങ്കിലാണ് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇനി 3 പൈ ബൈ 4 നോക്കാം. 3 പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 3 into 45 ഡിഗ്രി ആണ്. 3 into 45 എന്ന് പറയുമ്പോൾ എത്ര വരും? 135 ഡിഗ്രി വരും. 135 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം 90 വരെ പോകാൻ പറ്റുള്ളൂ, പിന്നെ നെഗറ്റീവ് ആണ്. അപ്പോ ക്ലിയർ ആണ് ഇവിടെ ഈ വാല്യൂ മൈനസ് പൈ ബൈ 2 എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെല്ലല്ല. അതുകൊണ്ട് ആൻസർ നമുക്ക് 3 പൈ ബൈ 4 എഴുതാൻ പറ്റില്ല. അപ്പൊ ഇനി നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? tan 3 പൈ ബൈ 4 റെഡ്യൂസ് ചെയ്യണം. എങ്ങനെയാ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? 3 പൈ ബൈ 4 നമുക്ക് tan 4 പൈ മൈനസ് പൈ ഡിവൈഡഡ് ബൈ 4 എന്ന് മാറ്റി എഴുതാം. ഇനി അതിനെ രണ്ട് ടേം ആക്കി മാറ്റിയാൽ ഇറ്റ് ഈസ് tan പൈ മൈനസ് പൈ ബൈ 4 ആയി. tan പൈ മൈനസ് പൈ ബൈ 4. Now using the reduction formula it goes to tan പൈ ബൈ 4. ഇനി പൈ മൈനസ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാനിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് മൈനസ് tan പൈ ബൈ 4 എന്നാവും. ഇനി മൈനസ് tan പൈ ബൈ 4 ഈ മൈനസ് കളയാൻ നമുക്ക് എളുപ്പമാണ്. ഇത് ചെയ്താൽ മതി tan ഓഫ് മൈനസ് പൈ ബൈ 4 എഴുതിയാൽ മതി. ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ റിഡക്ഷൻ ഫോർമുലയാണ്. tan മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് tan തീറ്റ എന്നുള്ള ഫോം. ഇനി നോക്കൂ, ഈ മൈനസ് പൈ ബൈ 4 എന്ന് പറയുന്ന വാല്യൂ ഈ ബ്രാഞ്ചിന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? tan ഇൻവേഴ്സ് ഓഫ് tan 3 പൈ ബൈ 4 is equal to tan ഇൻവേഴ്സ് ഓഫ് tan മൈനസ് പൈ ബൈ 4 എന്ന് കിട്ടും. ഈ മൈനസ് പൈ ബൈ 4 ടാനിന്റെ ഈ പറഞ്ഞ ബ്രാഞ്ചിൽ കിടക്കുന്നത് കൊണ്ട് we can write the answer as minus പൈ ബൈ 4. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആംഗിള് കറസ്പോണ്ടിങ് ബ്രാഞ്ചിലാണോ നോക്കുക. ആണെങ്കിൽ മാത്രമേ ഈക്വൽ ടു ആ ആംഗിൾ അല്ലെങ്കിൽ ഈക്വൽ ടു എക്സ് ആൻസർ എഴുതാൻ പാടുള്ളൂ. ഈ എക്സ് കറസ്പോണ്ടിങ് ബ്രാഞ്ചിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിഡക്ഷൻ ഫോർമുലാസ് ഉപയോഗിച്ച് കഴിഞ്ഞ കൊല്ലം പഠിച്ച പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഈ ആംഗിളിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും. അതിനുശേഷം ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ആൻസർ എഴുതണം. ഇതേപോലെ 2-3 ചോദ്യങ്ങൾ ഇവിടെ എഴുതാം. ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം സൈൻ ഇൻവേഴ്സ് sin 3π/5. The next is cos inverse cos 13π/6 and one more tan inverse tan 7π/6. അപ്പൊ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ.